അപ്പോൾ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഗെയിമിംഗ് വിത്ത് ഫ്രീക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മളാണെങ്കിൽ പിക്സൽ ലാബിലാണെങ്കിൽ ഒരു ലോഗോ ഒക്കെ തന്നെ എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു ലോഗോ മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എൻ്റെ ഒരു കൂട്ടുകാരനാണ് ലോഗോ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ലോഗോനെ ഉണ്ടാക്കണുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ആ ബ്രോൻ്റെ നെയിം അടിച്ചിട്ടുണ്ട്, NJK ബ്ലാക്ക് വൈറ്റ് എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കളറ് സെലക്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ കളറ് സെലക്ട് ചെയ്തിട്ട് കളറ് റെഡ് കളറാണ് തരാം ആ ബ്രോയ്ക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ റെഡ് കളറ് സെറ്റ് ചെയ്യണം. അതിന് മുന്നേ നമുക്ക് ഇതൊന്ന് വെറുതെ ഒരു കളറ് വെച്ചിട്ട് നമുക്ക് സേവ് കൊടുത്തിട്ട് പണി ചെയ്യണം. അപ്പോൾ നമുക്ക് NJK ബ്ലാക്ക് എന്നിടില്ലേ, ആ ബ്ലാക്ക് വരെ നമുക്ക് ബ്ലൂ കളറും ബാക്കി വൈറ്റാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങോട്ട് നീട്ടി കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തെ സാധനം കൂടി ഒന്ന് നീട്ടി കൊടുത്തിട്ട് നമ്മൾ കറക്റ്റാക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ അത് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ശരി കൊടുക്കുക. എന്നിട്ട് അതുമ്പോൾ നെക്കിയിട്ട് ഒന്നുകൂടി നെക്കിയിട്ട് നമുക്ക് ഫോണ്ട് വേണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫോണ്ടിലേക്ക് പോയിട്ട് മൈ ഫോണ്ട് കൊടുത്തിട്ട് സബ് സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോണ്ടാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫോണ്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വന്നാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു ബ്ലാക്ക് സാധനമാണ്. അപ്പോൾ അതിൽ ചെന്നിട്ട് ഷേപ്സ് തൊടുക. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം വന്നാൽ നമുക്ക് ഇതിങ്ങനെ നീട്ടിയും വലിപ്പം കൂട്ടുകയൊക്കെ ചെയ്യാം. അപ്പോൾ ലോഗോൻ്റെ ഒരു കറക്റ്റ് ഇതായിട്ട് നമുക്ക് വെക്കാം. അപ്പോൾ നമ്മളാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ സാധനം ഒന്ന് അടിക്ക് താത്തി വെക്കണം. അപ്പോൾ ആ സാധനം ഒന്ന് അടിക്ക് താത്തി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ NJK ബ്ലാക്ക് വൈറ്റ് എന്നുള്ളത് മുന്നിലേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത് നമുക്കൊന്ന് ആ ബ്ലാക്ക് ഒന്ന് കുറച്ച് ഇതാക്കിയിട്ട് ചെറുതാക്കി വെക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഫുള്ളാക്കിയിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളതാണിത് ഫുള്ളാക്കി കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മെർജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മെർജ് ചെയ്യുന്ന ആ രണ്ട് സാധനത്തിന്മേയും കൂടി നമ്മൾ ആടെ താത്തി വയ്ക്കുന്ന സാധനത്തിന് ആ രണ്ടെണ്ണം സെലക്ട് ചെയ്തിട്ട് അടിയിൽ കാണുന്ന മൂന്നാമത്തേതുമ്പോൾ നെക്കിയിട്ട് നമുക്ക് ഓക്കെ കൊടുത്താൽ നമുക്കിത് ഒരുമിച്ച് കിട്ടുന്നതാണ്, മെർജ് ചെയ്ത് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്തത് നമ്മൾ മാസ്കോട്ടൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നില്ല, കാരണം അതിൻ്റെ സീക്രട്ട് സാധനമാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഞാനത് ബ്ലറാക്കിയിട്ടാണ് കാണിക്കുക. അപ്പോൾ ആ മാസ്കോട്ടും ഇതൊക്കെ നമ്മളതിക്ക് കൊടുത്തിട്ടില്ലേ പിന്നെ നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ ആഡാക്കിയിട്ടുണ്ട്. മാസ്കോട്ടും ഷീൽഡും ഒക്കെ പാടെ നമുക്ക് ഇതൊക്കെ ആഡാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ ഷീൽഡിൻ്റെ ഒന്ന് കളർ ചേഞ്ച് ആക്കണം. അപ്പോൾ നമുക്ക് റെഡ് കളറാണ് വേണ്ടത്. അപ്പോൾ റെഡ് കളർ നമ്മൾ ഇതിൽ ആഡാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റെഡ് കളർ നമ്മൾ അതൊക്കെ കൂട്ടി വെച്ചിട്ട് നമുക്കിതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കത് കളർ ഫിൽറ്റേഴ്സിൽ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒക്കെ കറക്റ്റാക്കി വെക്കണം. അപ്പോൾ നമുക്ക് ഫോണ്ടിൻ്റെ മേലെ മാസ്കോട്ടിൻ്റെ മേലെ ഫോണ്ടിൻ്റെ താഴെ ഷീൽഡും പാടെ വെക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കത് കറക്റ്റാക്കി വെക്കണം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കറക്റ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കുറച്ച് റെഡ് കളർ അല്ലാന്ന് തോന്നുന്നു. അപ്പോൾ അതങ്ങനെ റെഡ് കളർ ആക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ റെഡ് കളർ ആക്കിയിട്ടുണ്ട്. മസ്റ്റ് ലോഗോ അല്ലെങ്കിലും ഒരു ലോഗോൻ്റെ ഒരു ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്നിട്ട് നമ്മുടെ ഫോണ്ട് ഒന്ന് ടെക്സ്റ്റ് നമ്മൾ നെയിം ഒന്ന് അങ്ങനെ മേലക്കാക്കി കൊടുത്തിട്ട് നമുക്ക് കറക്റ്റാക്കി വെക്കണം കേട്ടോ. അപ്പം കുറച്ച് കളറ് റോസ് കളർ, അപ്പോൾ നമുക്ക് റെഡ് ആക്കണം. അപ്പോൾ നമ്മളത് റെഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചെറുതാക്കി വെച്ചാലുള്ളൂ ലോഗോൻ്റെ അതൊരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റാക്കി വെച്ചതിന് മുന്നേ ഗൈസ് നമുക്ക് ടെക്സ്റ്റ് ഒരു ടെക്സ്റ്റും കൂടി എടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടെക്സ്റ്റ് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ അതൊന്ന് ലോക്ക് ചെയ്യണം. അത് അടിയിലാക്കിയിട്ട് അതൊന്ന് ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്യല്ല, അതിൻ്റെ മുന്നേ നമുക്ക് മേലത്തെ 3 സാധനങ്ങളും മാസ്കോട്ടും ഷീൽഡും ടെക്സ്റ്റും പാടെ നമുക്കൊന്ന് മെർജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മെർജ് ചെയ്താൽ കൂട്ടി യോജിപ്പിച്ച് ഇതേമാതിരി എത്തും. എന്നിട്ടാണെങ്കിൽ നമുക്ക്
സ്ട്രോക്ക് കൊടുക്കണം. സ്ട്രോക്ക് കൊടുത്തിട്ട് നമ്മൾ വൈറ്റ് കളർ എടുത്തിട്ട് 2 3 വെച്ചാൽ നമുക്ക് നമ്മളെ ഷീൽഡിൻ്റെ കൈക്കൂടെ ഒരു വെള്ള സാധനം ഇങ്ങനെ പോകും. എന്നിട്ട് നമുക്ക് ഷാഡോ കൊടുത്തിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ലൈറ്റ്നെസ് കൂട്ടി വെക്കണം. ലൈറ്റ്നെസ് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളിൽ നിന്ന് വരുന്ന മാതിരി നമുക്ക് ലോഗോ ആക്കണം. അതേമാതിരി ആക്കുകയാണ് നമ്മൾ. അപ്പോൾ കറക്റ്റ് റെഡ് കളർ അവിടെ ആക്കിയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചെറിയ റെഡ് ഇതൊക്കെ വിരൽ കൊടുത്തിരിക്കണം. അപ്പോൾ നമുക്കത് അങ്ങനെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ ഇത് ഒന്ന് കോപ്പി എടുത്തിട്ട് ആ ഒറിജിനൽ സാധനം മാറ്റി വെച്ചിട്ട് കോപ്പി എടുത്തിട്ട് വലുതാക്കി വെക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ വലുതാക്കിയിട്ട് വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ഇങ്ങനെ വെക്കണം കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കി വെക്കുന്നത്. എന്നിട്ടത് ലോക്ക് ചെയ്യണം കേട്ടോ. അതും പിന്നെ നേരത്തെ ആ ടെക്സ്റ്റും കൂടെ ലോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് വേറൊരു സാധനം നമുക്ക് ഇതിൽ പോയിട്ട് ചെയ്യാനുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. ആ ഒരു സാധനം നിങ്ങൾക്ക് എവിടുന്നെങ്കിലുമൊക്കെ കിട്ടും. അതെൻ്റെ കയ്യിൽ നിന്നേക്ക് എങ്ങനെയാണ് കൊടുക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് എങ്ങനെ വെക്കാമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കൊടുക്കാത്തതൊന്നും. നിങ്ങൾക്ക് ലോഗോ ഉണ്ടാക്കാൻ മാത്രമേ അതിൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ സാധനം നമുക്ക് ഇങ്ങോട്ട് എത്തിക്കണം കേട്ടോ. അപ്പോൾ ആ സാധനം നമ്മൾ ഇങ്ങോട്ട് എത്തിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ആ സാധനം ഇങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനൊന്ന് കുറയ്ക്കണം. ഒപ്പാസിറ്റി ഒന്ന് കുറച്ചിട്ട് ഒരു 80 അതിൽ വെക്കണം കേട്ടോ. എന്നിട്ട് ശരി കൊടുക്കുക. എന്നിട്ട് കളർ ഫിൽറ്റേഴ്സിൽ പോയിട്ട് റെഡ് കളർ ആക്കണം കേട്ടോ. അപ്പോൾ റെഡ് കളർ നമ്മൾ കറക്റ്റ് റെഡ് കളർ എവിടേക്കാണ് വരുന്നത് അങ്ങനെ റെഡ് കളർ കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ റെഡ് കളർ അങ്ങനെ കൊടുത്തിട്ട് നമുക്ക് ശരി കൊടുക്കാം കേട്ടോ. ശരി കൊടുത്തിട്ടാണെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കണം കേട്ടോ. അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ആക്കാൻ വേണ്ടിയിട്ട് കളർ കൊടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ കണ്ട ലോഗോ ഒന്ന് മുന്നിക്കിടുക. അയ്യോ ഇതല്ല മേലത്തെ ഇത് ഒന്ന് നമുക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് ലോഗോ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലോഗോ ആണെങ്കിൽ ഇതേമാതിരി ഇരിക്കും. ഞാൻ പറയുന്ന മാതിരി ചെയ്ത് നിങ്ങൾക്ക് ഇതേമാതിരി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഫസ്റ്റായിട്ട് ചെയ്യണം. അതാണ് എനിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് ലോഗോ വീഡിയോ ഇടുമ്പോൾ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ ലോഗോ ഇത് ഇങ്ങനത്തെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലോഗോ വന്നിട്ട് സേവ് ടു ഗാലറി കൊടുക്കുക, പാങ് കൊടുക്കുക, എന്നിട്ട് സേവ് ടു ഗാലറി കൊടുത്താൽ നമ്മുടെ ഗാലറിക്ക് ഈ ഒരു ലോഗോ എത്തുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ ലോഗോ വേണ്ടവരൊക്കെ ഇനി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ഇട്ടേക്കാണെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.